ഒരു കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വിഷമം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നീക്കാൻ ഒരുപാട് വഴികളുണ്ടാവും. പക്ഷെ എല്ലാവരുടെ അടുക്കലും കേൾക്കുന്ന, പറയുന്ന, കാണുന്ന എല്ലാവരുടെയും സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് രക്ഷപ്പെടാൻ ഒരു ഫോക്കസ് ഏരിയ വേണം. ഉദാഹരണം, നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയാൽ ആ ഡോക്ടർ ഒരു മരുന്ന് തന്നാൽ വേറെ കുറേ ഡോക്ടർമാർ നമ്മൾ പോയി കാണത്തില്ല. ആ മരുന്ന് ഉപയോഗിച്ച് അതിന്റെ അദ്ദേഹം പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് റിസൾട്ട് ഉണ്ടായില്ലെങ്കിലാണ് അടുത്ത ആളെ കാണാൻ പോകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ്, ഇമോഷണൽ ഇഷ്യൂസ്, ബിഹേവിയർ ഡിസോർഡർ, പിന്നെ അതാണ് അധികം ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇഷ്യൂസോ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് റീകറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ്, ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാം. എന്നിട്ട് അതിന്റെ റിസൾട്ട് വന്നില്ലെങ്കിൽ അടുത്ത ഫർദർ ആക്ഷൻ എടുക്കാം. ഇതെപ്പോഴും നമ്മളൊന്ന് മുറുകെ പിടിക്കുന്നത് ഒരു ഫോക്കസിങ്, ഒരു പിൻ പോയിന്റ് ആക്ഷൻ ഉണ്ടാവണം. അത് സയന്റിഫിക് ആയിരിക്കണം, സൈക്കോളജിക്കൽ ആയിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ആയ നല്ല വെൽ എക്സ്പേർട്ട് ആയ ആളുകളായിരിക്കണം. ഇപ്പൊ 20 വർഷത്തിലേറെയായി മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെയും ലൈഫ് കോച്ചിങ്ങിലൂടെയും നമുക്ക് ഒരുപാട് അൽഹംദുലില്ലാഹ് ഒരുപാട് 10,000-ലേറെ ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ കഴിഞ്ഞ അഭിമാനവും ആനന്ദവും നിങ്ങളെപ്പോലെ ഒരുപാട് സുമനസ്സുകളുടെയും നമ്മുടെ ബഹുമാനപ്പെട്ട കാരണവന്മാരുടെയും ആദരവുള്ള ഗുരുക്കന്മാരുടെയൊക്കെ പൊരുത്തം കൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫെമിലി എഡ്യൂക്കേറ്റേഴ്സ് ടീം വർക്കിന് കഴിഞ്ഞു. ഇമാം ഷംസുദ്ദീൻ കാസിമിയായ വിനീതൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ആവശ്യക്കാരനാണ്. അതുകൊണ്ട് ഇനി ഇതിന്റെ പുതിയൊരു സെഷനായിട്ട് പുതിയൊരു തലത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് ദുബൈയിലേക്ക് നമ്മൾ ഈ മാസം 26-ന് എത്തുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ, സപ്പോർട്ട്, പ്രാർത്ഥന വേണം. മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ പുതിയ ഒരുപാട് തലങ്ങൾ നമുക്ക് നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ല പ്രശാന്തിയാക്കി മാറ്റാനും ലൈഫ് ബാലൻസായി ഇമോഷണൽ ഡിസോർഡറും ബിഹേവിയർ ഡിസോർഡറൊക്കെ മാറ്റി ഹാബിച്വൽ ഡിസോർഡറൊക്കെ മാറ്റി ലൈഫ് ഒരു വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. എല്ലാവർക്കും വലിയ നന്മകൾ ആശംസിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിനീത സേവകൻ ഇമാം ഷംസുദ്ദീൻ ഖാസിമി. താങ്ക് യു സോ മച്ച്.